പ്ലാന്റേഷൻ കാണാൻ പോവാണ്. നമുക്കിവിടെ ഗൈഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കോഫി പ്ലാന്റേഷനിൽ വന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ വന്നിട്ട് ലുവാക്ക് കോഫി കുടിക്കാൻ പറ്റും കേട്ടോ. ആ കോഫിയാണ് വേൾഡിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി. നിറച്ചും കോഫി പ്ലാന്റ്സ് ആണ്. പിന്നെ ഇവിടെ കൗ ഉണ്ട്. അങ്ങനെ ബാലി വന്നിട്ട് നമ്മൾ ബാലിയിലെ കൗവിനെ കണ്ടേക്കുവാണ് കേട്ടോ. ഈ ഷെഡിനകത്ത് അത് കിടപ്പുണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് കാപ്പിച്ചെടിയാട്ടോ. എല്ലാത്തിനും കാപ്പിക്കുരുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഈ കോഫി പ്ലാന്റേഷനെ കുറിച്ചും ലുവാ കോഫിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരാൻ നമുക്ക് ഇവിടെ ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈഡ് നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കോഫി മാത്രല്ല കൊക്കോയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കൂട്ടിൽ ആരാ കിടക്കുന്നേ നോക്കിയാലോ. ഓ ഫ്രണ്ട്സ്, ഇത് ലുവാക്ക് ആണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പൊ ഈ ആനിമലിനെ കുറിച്ച് കൂടുതലും നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഇത് ലുവാക്ക് എന്ന് പറഞ്ഞൊരു ആനിമൽ ആണ്. അപ്പൊ ഇതിന് ഇവര് കോഫി കഴിക്കാൻ കൊടുത്തിട്ട് സ്ക്രീറ്റ് എടുത്തിട്ട് പൊടിക്കും, ഉണക്കി പൊടിച്ചിട്ടാണ് ഇവര് കോഫി ഉണ്ടാക്കുന്നത്. അതിനാണ് ലുവാക്ക് കോഫി എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ബാലിയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഫിയാണ്. പിന്നെ ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത് ഈ ലുവാക്ക് എന്ന് പറഞ്ഞ ജീവി ഭയങ്കര പിക്കിയാണ്. ഏറ്റവും നല്ല ബീൻസ്, കോഫി ബീൻസ് മാത്രമേ ഇതെടുത്ത് തിന്നത്തുള്ളൂ. അപ്പൊ അത്രയും നല്ല കോഫി ആയിരിക്കും എന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത്. അതിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. Touch to the pulp because the shell protect the seeds. Don't worry when you guys drink. So you're not this is what you are making for coffee. Yes. Okay, not this one. No. Oh, okay. We have to wash. അത് അവർ change ചെയ്തിട്ടാ So the seed still got layer. എനിക്ക് പറഞ്ഞോ. And the next step, make it fine. Spice. But all are common in India, right? We use the spice for the tea. We mix with the tea. Ginger, turmeric, rosella. അപ്പോൾ ഈ ലുവാക്ക് എന്ന് പറഞ്ഞ ജീവിക്ക് ഓൾറെഡി കോഫി ബീൻസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞത് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് ഇത്. എന്നിട്ട് അത് അവർ ക്ലീൻ ആക്കി ഷെല്ല് പുറക്കും. അപ്പം അത് ക്ലീൻ ആയിട്ടുള്ള കോഫിയായി മാറും. എന്നിട്ട് അത് ഇവർ വറക്കും. അപ്പോൾ ബ്ലാക്ക് കളറിലാവും. എന്നിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടാണ് കോഫി പൗഡറായിട്ട് വരുന്നത്. അപ്പൊ ഈ ലുവാ കോഫി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ള അതിന്റെ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു തന്നപ്പോ ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്, കുടിക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്നാലും എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. ലുവാ കോഫി കഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനൊരു മെയിൻ ഹാൾ തന്നെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ആൾക്കാരിങ്ങനെ നിരനിരയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ കൂടെ ഇരുന്ന് ലുവാ കോഫി കുടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പൊ വരും കാപ്പി. ഇവിടെ ബാലിയിലെ സ്പെഷ്യൽ കോഫീസിന്റെ കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള ഒരു യെല്ലോ ബോർഡ് കണ്ടില്ലേ? അപ്പൊ ഈ യെല്ലോ ബോർഡിലെ ഓരോ കോഫിയെ കുറിച്ച് അതിന്റെ ഡിസ്ക്രിപ്ഷനും ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓരോന്നിന്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് കേട്ടോ ഈ കോഫി കപ്സും വെക്കുന്നത്. ഇപ്പൊ ലെമൺ ടീ ആണെങ്കിൽ അതിന്റെ തൊട്ട് മോളിൽ തന്നെ ആയിരിക്കും ലെമൺ ടീ വെക്കുന്നത്. അപ്പൊ ഇത് കോംപ്ലിമെന്ററി ആണ് കേട്ടോ. പക്ഷെ നമുക്കിത് ഇഷ്ടപ്പെട്ടു, ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ഇതിന്റെ കോഫി പൗഡർ മേടിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇവരുടെ കോഫി പ്ലാന്റേഷന്റെ ഒരു ബോർഡാണിത്. അതിന്റെ സൈഡിലായിട്ട് ലുവാക്ക് ഉണ്ട്. ഈ ജീവിയാണ് കേട്ടോ ലുവാക്ക്. അത് ഈ കോഫി ബീൻസ് കഴിക്കുന്നതായിട്ടുള്ള ഫോട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബാലി കോഫി ഉണ്ട്, ബാലി കൊക്കോ ഉണ്ട്, ജിൻസൺ കോഫി ഉണ്ട്. പല തരത്തിലുള്ള ടീയുടെയും കോഫിയുടെയും കോമ്പിനേഷൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാം. ലുവാ കോഫി എന്ന് പറഞ്ഞ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് അഡീഷണൽ പേ ചെയ്താലേ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ ആക്ച്വലി ഒരു കോംപ്ലിമെന്ററി പോലെ തന്നിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ലുവാ കോഫി അല്ല, ഇത് കോംപ്ലിമെന്ററി ആണ്. അപ്പൊ ഇവിടെ ലുവാ കോഫി 50,000 ബാലി റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലുവാ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോ വരും. അപ്പൊ എല്ലാരും ഇവിടെ കോഫി ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ചില കോഫി ഒന്നും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി കോഫിയൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊന്ന് കുടിച്ചു നോക്കി, ഇത് നല്ലതല്ലേ? ജിഞ്ചർ ടീ ആണ്.
ബാലിയിൽ വന്ന് ഈ കോഫി പ്ലാന്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തരുന്നതിലെ ജിഞ്ചർ ടീയാണ്. കൊള്ളാം, വലിയ മോശമില്ല. നാടൻ ചുക്ക് കാപ്പി പോലെ തോന്നുന്നു. ബാലി കോഫിയാണ്. ഓർഡർ ചെയ്യട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ കോഫിയുടെയും കൂടെ ചിപ്സും കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലുവാ കോഫി നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം 50,000 ആണ് ഇവിടുത്തെ ലുവാ കോഫിക്ക്. ബാലിയിലെ 50,000 ആണ്. അപ്പം നമ്മളിത് ഇവിടുത്തെ ലുവാ കോഫി വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ മേടിക്കാനുള്ള എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മേടിച്ചു. അതായത് 50,000 ബാലിനീസ് റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ 250 റുപ്പീസ്. എങ്ങനെയുണ്ട് നമ്മുടെ കോഫിയുടെ ലുക്കൊക്കെ? അടിപൊളിയല്ലേ? ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ശരത്തമാവൻ ലുവാ കോഫി ടേസ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ട് ശരത്തമാവ? ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി കയ്പുണ്ട്, നല്ല കയ്പാവും. കുറച്ച് മധുരം വേണം ഇട്ട് നോക്കാം. മധുരം ഇട്ട് നോക്കി. അതെ, അതാ പ്യുവർ കോഫിയുടെ ടേസ്റ്റ്. അതാ നമ്മുടെ സാധാരണ കോഫിയായിട്ട് എന്താ വ്യത്യാസം? സാധാരണ കോഫിനേക്കാളും കുറച്ചുകൂടെ കടുപ്പുണ്ട്. ഇത് ആക്ച്വലി പ്യുവർ ആണ്, അതുകൊണ്ടാണ്. പ്രോപ്പർ ആ ഒരു കോഫി ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുന്ന പ്യുവർ കോഫിയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും പാലൊക്കെ ഒഴിക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് വരില്ല. ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ കോഫിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് ഭയങ്കര കയ്പാണ്, പക്ഷെ പ്യുവർ കോഫിയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഒരു കട്ടൻ കാപ്പി അപ്പൊ എല്ലാരും കോഫി ടേസ്റ്റ് ചെയ്തതിന്റെ ബഹളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. തത്തച്ഛൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്താ പറയുന്നേന്ന് നോക്കാം. കോഫിയുടെ ഒറിജിനൽ മറ്റേ ചിക്കരിയൊക്കെ ചേർക്കുള്ളൂ നമ്മുടെ നാട്ടിൽ. ഇത് ഒറിജിനലുള്ള പൊടിയാണ്. ഇത് നമ്മുടെ കാപ്പിപ്പൊടി പൊടിച്ചാൽ ഈ ഇച്ചിരി കട്ടി കിട്ടും. അപ്പൊ നമ്മള് കോഫികളെല്ലാം ടേസ്റ്റ് ചെയ്തു. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഇവരുടെ ഷോപ്പിൽ പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് കോഫി പൗഡർ ഒക്കെ മേടിക്കാം. നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്ത കോഫികളുടെ ഒക്കെ പൗഡർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇവിടുന്ന് നമുക്ക് കോഫി പൗഡർ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ തന്നെ എല്ലാ കോഫിയുടെയും പൗഡർ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ എല്ലാം ഞങ്ങളിപ്പം കുറച്ച് മേടിക്കുന്നുണ്ട്. ബാലി കോഫി ആൻഡ് കൊക്ക എന്നുള്ളൊരു നല്ല ടേസ്റ്റുള്ള കോഫിയായിരുന്നു. അപ്പം മാൾച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. നമുക്കും ഇവിടെ ഫുൾ നോക്കാം. നമ്മുടെ മെയിൻ ലുവാ കോഫി പൗഡർ. വില എന്ന് വെച്ചാൽ 250K ആണ്. എന്ന് വെച്ചാൽ 1250 രൂപ. അതിൻ്റെ വലിയ പാക്കറ്റ് ഉണ്ട്, അതിന് 450K. എന്നിട്ട് വലുതായിട്ട് കൂടി പ്രൈസും വരും. അപ്പൊ നമ്മൾ എല്ലാരും കോഫി പ്ലാന്റേഷൻ കണ്ടു, കോഫി പൗഡർ വാങ്ങിച്ചു. പിന്നെ നമുക്കൊരു പുതിയ ഇൻഫോർമേഷനും കിട്ടി. ലുവാ കോഫിയെ കുറിച്ച് അറിഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ആ കോഫി നമ്മൾ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റും അറിയാൻ പറ്റി. അപ്പം ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് മൗണ്ട് ബാറ്റൂർ വോൾക്കാനോ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മൗണ്ട് ബാറ്റൂർ വോൾക്കാനോയുടെ ഒരു നല്ല വ്യൂ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.